റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാറെ CPIM നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. ദേവികുളത്ത് പുറമ്പോക്കിലെ മരങ്ങൾ മുറിച്ചതിൽ നടപടി സ്വീകരിച്ചവരാണ് ഭീഷണി. നടപടി തുടർന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് ദേവികുളം ഏരിയ കമ്മിറ്റി അംഗം ജോബി ഭീഷണിപ്പെടുത്തിയെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകി. ദേവികുളത്ത് പല ഭാഗത്തും അനധികൃതമായിട്ട് പുറമ്പോക്കിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റാനോ എന്തെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതലല്ല 50ഓളം മരങ്ങൾ മുറിച്ച് മാറ്റിയത് സംഭവങ്ങൾ തന്നെയുണ്ട്. ജോബി എന്ന പേരുള്ള ഒരു CPM പ്രവർത്തകനാണ്. പുള്ളി അതിന് സമീപത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന കുറച്ച് പേരുമായി വരികയും തഹസിൽദാർക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സ്പെഷ്യൽ തഹസിൽദാരെ കൈകാര്യം ചെയ്യുമായിരുന്നെന്നും ഇനി ഇതേപോലെയുള്ള പുറമ്പോക്കിൽ എന്തെങ്കിലും ഉള്ള പ്രശ്നങ്ങളിൽ നടപടികൾ സ്വീകരിച്ചാൽ കൈകാര്യം ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓഫീസിനെയും പോസ്റ്റിനെയും എൻ്റെ പദവിയെയും അധിക്ഷേപിച്ചുകൊണ്ട് കുറേ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും DYSP മൂന്നാറിനും SHO ദേവികുളത്തിനും കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് സ്പെഷ്യൽ തഹസിൽദാർ പറഞ്ഞിരിക്കുന്നത്. ഈ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ആരാണിവർ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നോ രാഹുൽ? സ്മൃതി, ദേവികുളത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ജോബിയാണ് സ്പെഷ്യൽ തഹസിൽദാറെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ദേവികുളത്തെ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിലെത്തിയ ശേഷം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രശ്നത്തിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവികുളത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ പുറംപോക്കിൽ നിന്നും മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയിരുന്നു. ഇത് തഹസിൽദാരുടെ നേതൃത്വത്തിൽ തടയുകയും ഈ മരങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രകോപന കാരണം. ഇന്നലെ രാവിലെ ഓഫീസിലെത്തി ഈ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് തഹസിൽദാർമാരെയും IAS ഉദ്യോഗസ്ഥരെയും പലതവണ ഇവിടെ നിന്നും ഓടിച്ചിട്ടുണ്ട്, സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ, അതായത് ആ സംഭവം നടക്കുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തഹസിൽദാരെ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്നും ഇനി ഇത്തരത്തിൽ നടപടികളിൽ ഇടപെടരുതെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ജില്ലാ കളക്ടർക്കും ദേവികുളം സബ് കളക്ടർക്കും ദേവികുളം പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി ജോബിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇനി ഇത്തരത്തിൽ നടപടി ഉണ്ടാകില്ല എന്ന് ജോബി എഴുതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്പെഷ്യൽ തഹസിൽദാറായിട്ടുള്ള ഗായത്രിയുടെ തീരുമാനം. ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യനിർവഹണത്തിൽ ഇത്തരത്തിലുള്ള CPM നേതാക്കളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഇടപെടുന്നത് തന്റെ ജോലിയെ ബാധിക്കുന്നുണ്ടെന്നും രാഹുൽ, അപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി പറഞ്ഞു തീർക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇന്നലെ സ്പെഷ്യൽ തഹസിൽദാറായിട്ടുള്ള ഗായത്രിയും അതോടൊപ്പം തന്നെ ഈ ജോബിയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഗായത്രി പറയുന്ന അനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ട, പകരം താക്കീത് ചെയ്ത് താൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഗായത്രി പറഞ്ഞത്. ഇത്തരത്തിൽ അധിക്ഷേപം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ ഉണ്ടാകുമ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു കാര്യം അവർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹം അറിയണം എന്ന കാര്യം കൂടി ഗായത്രി പറയുന്നുണ്ട്. അതുകൂടാതെ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ഗായത്രി അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം രേഖാമൂലം തന്നെ ജോബി എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMനും വലിയ നാണക്കേട് ഈ സംഭവം ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.